സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഒരു തിരുവചനം വായിപ്പാൻ ശരണപ്പെടുന്നു. 1 ശമൂവേൽ 16:7. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണ് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ വചനം നാം കേട്ടതുപോലെ മനുഷ്യൻ ഹൃദയങ്ങളെ അറിയുന്നില്ല. ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്നത് ദൈവമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പലവിധമായ ആഗ്രഹങ്ങളാണ് ഉള്ളത്. ചില മനുഷ്യർ തെറ്റായ ചിന്തകൾ കൊണ്ട് നടക്കുന്നവരുണ്ട്. ചിലർ നല്ല മനോഭാവങ്ങളിൽ നടക്കുന്നവരുമുണ്ട്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒക്കെ ദൈവം സാധിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പ്രാർത്ഥിക്കുകയോ ദൈവമാ വിശ്വാസത്തിൽ പോകേണ്ട ഒരു കാര്യമില്ല. കാരണം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവമാണ് പ്രൈസലോട് കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. മാത്രമല്ല, ഒരു വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനായ യേശു ക്രിസ്തു, അവൻ്റെ നാമം മഹത്വമേറിയതാകുന്നു, ശ്രേഷ്ഠമേറിയതാകുന്നു. പക്ഷേ ദൈവം നമ്മെക്കുറിച്ചുള്ളതായ ആലോചനകളും പദ്ധതികളും വലുത് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവമാണ് തൻ്റെ ജനത്തെയൊക്കെ നടത്തുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്തുവണ്ണം ഒക്കെ പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചിന്തിക്കും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിന്തയ്ക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഹിതമുള്ള ജീവിതം നാം ജീവിക്കുമ്പോൾ നമ്മുടെ ദൈവഹിതമുള്ള ആഗ്രഹങ്ങളൊക്കെ ദൈവം നടത്തി പരിപാലിപ്പാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവവുമായുള്ളൊരു ബന്ധത്തിൽ ഒരു ഉടമ്പടി ആവശ്യമാണ്. ഇവിടെ പെറ്റ അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ ഒരു നാളും മറക്കില്ല, ഉപേക്ഷിക്കില്ല എന്നാണ് ദൈവവചനം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നാം സ്വന്തമായി ഒരപ്പനാൽ ജനിച്ചെങ്കിൽ, പക്ഷേ സൃഷ്ടിയിൽ നിന്ന് ഉൽപ്പതിച്ചതാണ് മനുഷ്യരൊക്കെ. ആദനും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചതാണ്. അതിൻ്റെ പരമ്പരയായ ജനനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നാം പോലും അറിയാതെയാണ് നാം ഭൂമിയിൽ ജനിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ പെട്ട ഒരു ഘടകമാണ് നാം എല്ലാം. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയിരിക്കുന്നത് പരമ്പരയായി. ആദനും ഹവ്വയെടുത്ത് പറഞ്ഞു, തലമുറ പെറ്റുപെരുകൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജനം പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്ത് ദൈവത്തെ അറിയാതെ പോകുന്നു, ഒരു വർഷത്ത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നു. ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ രഹസ്യവും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ രഹസ്യവും അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവമാണ് നമ്മുടെ ദൈവം.
ഭൂമിയിൽ ഒരുപക്ഷെ നമുക്ക് വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും നാം വിശ്വസിച്ചിരിക്കുന്നത് സമ്പന്നനായ ദൈവത്തെയാണ്. അന്നേരം നാം മനുഷ്യൻ്റെ മുമ്പിൽ സമ്പത്തൊന്നും ഇല്ല എന്ന് പറയുന്നത് തെറ്റല്ലയോ? കാരണം നമ്മുടെ അപ്പൻ സമ്പന്നനായ ദൈവമാണ്. അപ്പോൾ അപ്പൻ്റെ മകൻ ഒരിക്കലും സമ്പന്നനല്ല എന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ സമ്പന്നനായ ദൈവത്തെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവ് യേശുക്രിസ്തു ദരിദ്രനായി ഭൂമിയിൽ വന്ന് നാം വിശ്വസിക്കുന്നവരെ സമ്പന്നനാക്കേണ്ടതിന് അവൻ സ്വയം ദരിദ്രനായി തീർന്നു. അപ്പം വിശ്വസിക്കുന്നവർ നാം എല്ലാം ദൈവസന്നിധിയിൽ ആത്മീയ സമ്പന്നന്മാരും ഭൗതിക സമ്പന്നന്മാരും ആയിരിക്കുകയാണ്. കാരണം ദൈവമാണ് നമ്മുടെ പിതാവ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷിക്കാം. അതിനുള്ള വഹ ദൈവത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാം ഭക്ഷണവും വെള്ളമൊക്കെ കഴിക്കുന്നെങ്കിലും ഭക്ഷണത്തിൻ്റെ വെള്ളം കുടിക്കുന്നതിൻ്റെ ബലം കൊണ്ടൊന്നും അല്ല നാം ഭൂമിയിൽ ഊർജ്ജത്തോടെ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനത്താലാണ്. ഭക്ഷണം കഴിക്കുന്നത് നല്ലത് തന്നെയാണ്, വെള്ളം കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിന് അപ്പുറമായി ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നാം നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവം പ്രദാനം ചെയ്യുന്നു. അതാണ് ദൈവത്തിൻ്റെ മറ്റൊരു ഘടകം. സ്തോത്രം. ഭൂമിയിൽ സമ്പന്നന്മാരാകുന്ന അനേകരുണ്ട്. അവരുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി കൊണ്ടൊന്നും അല്ല സമ്പന്നനാകുന്നത്. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന ഹൃദയശുദ്ധിയോടെ ജീവിക്കുന്നവരും ആയിട്ടുണ്ട്. സ്തോത്രം. എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ സമ്പന്നന്മാരും നല്ല ജോലിയൊക്കെ ലഭിക്കും, പഠിക്കുകയും ചെയ്യുന്നത് അവരുടെ ഹൃദയശുദ്ധിയുടെ കൊണ്ടൊന്നും അല്ല ചിലർ. അതുകൊണ്ട് അനേകർ കുളിരാത്തന്മാർ നല്ല സമ്പന്ന ജീവിക്കുന്നവരുണ്ട്. അനേക കുളിരാത്തന്മാർ നല്ല നിലയിൽ ജീവിക്കുന്നവരുണ്ട്. അതൊന്നും ഹൃദയശുദ്ധി ഉള്ളത് കൊണ്ടൊന്നും അല്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കൃപാസ്ഥാനത്തിൽ കടന്നുവിടാം, ദൈവത്തിൻ്റെ ആലോചനയിൽ കടന്നുവരാം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം ദൈവത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രണ്ടുണ്ട്. അതായത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും നാം ദൈവത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരുപോലെ ആയിരിക്കണം. കാരണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ്. അപ്പോൾ നാം ദൈവത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവം ശക്തനാണ്. ദൈവം പറയുന്ന വാക്കുകൾ കേട്ട് ജീവിക്കണമെന്നുള്ളത് ഓരോ വിശ്വാസികളുടെയും കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കരുണ നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ദയ നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വിടുതലുകളെ നാം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു നാവിനാൽ സകല ഉളവാക്കിയ ദൈവമാണ് സർവശക്തനായ ദൈവം. ആ ദൈവമായുള്ള ബന്ധത്തിലാണ് നാം ആയിരിക്കേണ്ടത്. ഇവിടെ കാശ് കൊടുത്താൽ മാതാപിതാക്കളെ നമുക്ക് ലഭിക്കും. സ്തോത്രം. അതുപോലെ തന്നെ മക്കളെ കാശ് കൊടുത്താൽ ലഭിക്കും വളർത്തേണ്ടതിന്. അങ്ങനെ കാശ് കൊടുത്താൽ പല കാര്യങ്ങളും നമുക്ക് ഭൂമി നേടാൻ കഴിയും. പക്ഷെ സ്വന്തമായി നമുക്ക് അപ്പനെ അമ്മേനെ നമുക്ക് സ്വന്തമായുള്ളത് കിട്ടുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്.
ചിലയിടത്ത് മാതാപിതാക്കൾ മക്കൾക്ക് വലിയ ശല്യമാണ്. മാതാപിതാക്കളെ കൊണ്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന മക്കളുണ്ട്. അതുപോലെ മക്കള് ബുദ്ധിമുട്ടി ജീവിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. ഇങ്ങനെ വലിയ ഒരു വിഷയങ്ങളാണ് ഭൂമിയിൽ മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ നാം ദൈവം ആഗ്രഹിക്കുന്ന ഒത്തവണ്ണം ആലോചനയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവമായുള്ള ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആത്മീയ ജീവിതത്തിൽ പുറച്ചട്ടയായി വിശ്വാസത്തെ ജീവിക്കുന്നവരുണ്ട്. വെറും വസ്ത്രം ഇടുന്നത് പോലെയുള്ള, പക്ഷെ പ്രവൃത്തികളൊന്നും കാണത്തില്ല. ചിലർ ഇങ്ങനെ പറയുന്നത് കേൾക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ദൈവത്തിന് വേണ്ടി കൊടുക്കണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ചിലർ പറയും. പക്ഷേ അവരുടെ ജീവിതത്തിലൊന്നും കാണുന്നില്ല, വീട്ടിൽ പോലും കയറ്റത്തില്ല. പക്ഷെ അവരുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞൊരു ഭക്തർ ലോകത്തില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ തോന്നും. കാരണം അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ വളരെ അവരെ കഴിഞ്ഞു വരുന്നില്ല, എല്ലാ പ്രവൃത്തി തികഞ്ഞു പോലെ തോന്നും. പക്ഷേ അയൽക്കാരടുത്ത് ചോദിച്ചാൽ അയൽക്കാർ പറയും, ഒരാൾക്ക് പോലും ഒരു ഗ്ലാസ് വെള്ളമോ കൊടുക്കാത്ത വ്യക്തിയാണ് നല്ല വാക്കുകൾ തള്ളിവിടുന്നത് കാണാൻ കഴിയും. അതൊന്നുമല്ല, ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ദൈവത്തെ പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറയാം. നമുക്ക് ദൈവം വലിയവനാണ്, ദൈവശക്തനാണ്, ദൈവമുള്ളവനാണ്, ദൈവം അനുഗ്രഹിക്കും, നമ്മൾ ദൈവത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കണം, സ്തോത്രം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം പറയുമ്പോഴാണ് ദൈവ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇത് ഒന്നും ചെയ്യത്തുമില്ല, ദൈവിക കാര്യങ്ങളെല്ലാം ഭയങ്കരമായി പറയും. പ്രാർത്ഥനയുണ്ട്, ഹല്ലേലൂയയുണ്ട്, സ്തോത്രമുണ്ട്, ബൈബിളുമായിട്ട് പോകും, പ്രാർത്ഥിക്കും, ആരാധിക്കും. പക്ഷേ സ്തോത്രം ഒരു തുള്ളി വെള്ളം ആർക്കും കൊടുക്കത്തില്ല. ദാഹിച്ച വെള്ളം കൊടുക്കാത്ത അനേകരുണ്ട് വിശ്വാസത്തിൽ. ഇതൊക്കെയാണോ വിശ്വാസം? പറച്ചിലല്ല, പ്രവൃത്തിയിൽ നാം കാണിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുത്ത് ദൈവികമായ വഴികളിൽ ജീവിക്കുമ്പോൾ നാം പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. ഇത് അതൊന്നുമില്ല. ഒരു കാലഘട്ടത്തിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, പ്രായം ചെന്നൊരു ദൈവദാസന 60 വയസ്സ് വരും. അവരുടെ കാലഘട്ടത്തിൽ അവരെ ഭവനത്തിൽ ദൈവദാസന്മാരോ പാസ്റ്റർമാരോ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കും. ഇത് പോകാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും സമ്പത്തായി. കാരണം അവർ അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഗ്രഹം വേണമെന്നുള്ള ധാരണയിലാണ് ഇവർ കൊടുക്കുന്നത്. അതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രാർത്ഥിച്ചിട്ട് പോകും. അങ്ങനെ ആര് പ്രാർത്ഥിക്കുന്നവർ അവരുടെ ഭവനത്തിൽ ചെന്നാൽ അവർ അങ്ങനെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നെന്ന് ഒരു 60 വയസ്സുള്ള ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇങ്ങനെയാണ്, കുടുംബപരമായി ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വലിയ അനുഗ്രഹമുള്ളവരായി മാറി. അത് ചെയ്തതുകൊണ്ടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടപ്പോൾ പ്രീസലാമേ, ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോയി. കാരണം ഈ കാലഘട്ടത്തിൽ പ്രീസലാമ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വെള്ളമോ ഒന്നും കൊടുക്കത്തില്ല. അവർ പറഞ്ഞിരിക്കുന്ന പതിവുണ്ട്. അതുകൊണ്ട് ഓരോ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങൾ ഇങ്ങനെയാണ്. ആർക്കും ഒന്നും കൊടുക്കുകയോ കൊടുക്കുന്നവരെ തടയും
കൊടുക്കുന്നവരെ വിലക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ച സ്തോത്രം? അതുകൊണ്ട് ദൈവീയ അനുഗ്രഹങ്ങൾ ഇന്ന് ആർക്കും വേണ്ട. അവർ അവരുടേതായ രീതി പോവുകയാണ്. അവർ തന്നെ പ്രാർത്ഥിച്ച് അവർ തന്നെ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വിശ്വാസ രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ പ്രാർത്ഥനയോ വിശ്വാസമോ ഒന്നും വേണ്ട. ഒരു പുച്ഛിച്ച് തള്ളുന്ന ഒരു അനുഭവങ്ങളിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തോ വരുന്ന തലമുറകളൊക്കെയും വളരെ കഷ്ടത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നുകൊണ്ട്, കാരണം ആകാശം മാറിയാലും ഭൂതലം മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിക്ക് പുള്ളിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്നാണ്. കാരണം അതങ്ങനെ സംഭവിക്കും. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ദൈവത്തിനു വേണ്ടി നിൽക്കുകയും ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അതിന് യാതൊരു സംശയമില്ല. ലോകത്തിൽ മനുഷ്യൻ ദൈവികമായ അനുഗ്രഹങ്ങൾ മേടിക്കുന്ന ഒരു അനുഭവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ മഹത്വം ഓരോ ഭവനങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിനോട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ ഭവനത്തിൽ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാത്ത ഇത് പ്രവർത്തിക്കാതെ എതിർക്കുകയും ചെയ്യുന്നവരുടെ ഭവനത്തിൽ അത് ദൈവിക അനുഗ്രഹം ഇല്ലാതെ വരുന്ന ഒരു അനുഭവം ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ നാം തിരിച്ചറിയണം. ചിലർ വിചാരിച്ചു ഇരിക്കുന്നത് നല്ല കാശും പുത്തൻ കാശും വീടും മറ്റുള്ളവരുടെ നടുവിൽ സ്തോത്രം അതിൻ്റെതായ നിലകളിൽ വലിയ നിലകളിൽ ജീവിക്കുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകരെ കാണാൻ കഴിയും. അതൊന്നുമല്ല സ്തോത്രം. പ്രൊഫഷണോ ദൈവത്തിൻ്റെ പദ്ധതികളും ആലോചനകളൊക്കെ നാം മനസ്സിലാക്കണം. ചിലർ യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് വിദേശ മണ്ഡലങ്ങളിലൊക്കെ പോയി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട്. അവിടെ ഇവിടെയൊക്കെ പ്രവർത്തനമുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ച് പൈസ പിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വലിയ നിലകളിൽ, അതായത് കേരളത്തിൻ്റെ മണ്ണിൽ വലിയ നിലകളിൽ ജീവിക്കുന്നവരെ അനേകരെ കാണാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മീയമായി ജീവിക്കുന്നവർക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ നിന്ന് ജീവിക്കാം. വിദേശത്തൊന്നും പോകേണ്ട കാര്യമില്ല. ജീവനും പറ്റിക്ക് ആവശ്യമായതൊക്കെ കേരളത്തിൽ താമസിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ ലഭിക്കും. അതിന് വിദേശത്തൊന്നും പോകേണ്ട കാര്യമില്ല. സാധാരണക്കാരായ ആരെങ്കിലുമൊക്കെ ഒരു ഭവനത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ കാശുണ്ടാകുമെന്ന് പറയുന്നത്. അവരാരും അങ്ങനെ മേടിക്കത്തുമില്ല. അങ്ങനെ കൊടുക്കുന്നവരൊക്കെ കുറവാണ്. വിദേശത്തൊക്കെ പോകുന്നവരെയൊന്നും വിലക്കത്തില്ല. അവർ പറയുന്നത് അതാണ് കർത്താവിൻ്റെ വേലയെന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവർ ലക്ഷങ്ങൾ കോടികളൊക്കെ സമ്പാദിക്കുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ ഉണ്ടാക്കുന്ന കാശുകളാണ്. അതുകൊണ്ട് ദൈവസ്ഥാനത്തിൽ അതൊന്നും വില പോവില്ല. മാത്രമല്ല ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവമാണ്. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ മറ്റൊരു മനുഷ്യൻ അറിയാൻ കഴിയില്ല. നമ്മൾ രണ്ടുപേരും ഒരു ബസ്സിലിരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്തും ഒരു ആളിരിക്കുന്നു. 3 പേരുണ്ടെന്ന് കൂടിയോ, അപ്പുറത്തും 3 പേർ, ഇപ്പുറത്തൊരാൾ നാം നടുക. അവർ രണ്ടുപേരുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുപോലെയാണ് ദൈവത്തിന് കഴിയും അവരുടെ ഹൃദയങ്ങളുടെ വിചാരങ്ങളെ. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ വന്ന് അനേകർ പ്രാർത്ഥിക്കുന്നു, പോകുന്നു, പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു. എല്ലാം ദൈവത്തിന് മാത്രമേ കഴിയൂ. ഒരിക്കൽ മരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെള്ളസിംഹാസനത്തിൽ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരും. അന്നാണ് ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസം. ഇന്ന് ലോകത്തിൽ മനുഷ്യനെ മറ്റൊരു വ്യക്തി നല്ലത്, ഇപ്പുറത്തിരിക്കുന്ന വ്യക്തി നല്ലത്, മരിക്കുമ്പോഴൊക്കെ പുകഴ്ത്തി പറയുന്നവരുണ്ട്. നല്ല രീതിയിൽ ജീവിച്ച് നല്ല സാക്ഷ്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരിക്കൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ വെള്ള സിംഹാസനം ന്യായം വിധിക്കുമ്പോൾ
നമ്മൾ ചിന്തിച്ചു പോകും, അയ്യോ ഇയാളും ഇങ്ങനെ ആയിരുന്നോ എന്ന് ചിന്തിക്കും. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ആത്മീയ ലോകത്തിലെ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആരാന്നായിരിക്കട്ടെ, അവരെ ഉൾപ്പെടെ നമ്മളന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവമാണ്, ഹൃദയ രഹസ്യങ്ങളെ അറിയുന്ന ദൈവമാണ്, ഹൃദയത്തിൻ്റെ ചിന്തകളെ അറിയുന്ന ദൈവമാണ്. പ്രൈസ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്ന അറിയുന്ന ദൈവമാണ്. ആ ദൈവമായിട്ടാണ് നാം ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സ്വർഗം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിൽ വിടിവിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തുവിന്. അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്, സ്വർഗത്തിൽ എന്നേക്കും ഇരിക്കുന്ന ദൈവമാണ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ നടത്തുന്ന ദൈവമാണ്, പരിപാലിക്കുന്ന ദൈവമാണ്. സ്വർഗത്തിലെ ദൈവത്തിന് യാതൊന്നും ഹല്ലേലൂയ പ്രൈസ് പ്രവർത്തിക്കാൻ കഴിഞ്ഞുകൂടാത്ത ദൈവമല്ല. ദൈവത്തിന് സകലവും കഴിയും. അതുകൊണ്ട് നമുക്ക് ആരെയും ഭൂമിയിൽ അളക്കാൻ കഴിയില്ല, ദൈവത്തിന് മാത്രമേ കഴിയൂ. സഹോദരിമാരെ ആയാലും സഹോദരന്മാരെ ആയാലും എല്ലാവരെയും അറിയുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മീയ തലത്തിൽ ശുശ്രൂഷ തലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുന്നത്, മനുഷ്യനൊന്നുമല്ല. മനുഷ്യനാക്കുന്നത് കൊണ്ട്, ദൈവാത്മാവാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ശുശ്രൂഷകളിൽ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആലോചനയിൽ വൻ കാര്യങ്ങളിൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം റസൂലാമെ തൻ്റെ പ്രവൃത്തികളൊക്കെയും നല്ലത് ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് ദേശത്ത് നല്ല നിലകളിൽ എത്തുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം റസൂലാമെ നമ്മോട് ആഗ്രഹിക്കുന്ന നല്ല ചിന്തകളെ നാം മനസ്സിലാക്കി തിരിച്ചറിയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ മനസ്സുകളിലൊക്കെ പലവിധമായ ചിന്തകളും പലവിധമായ രീതിയിലൊക്കെ വരും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ ജയമെടുത്ത് പ്രാർത്ഥിച്ച് വചനം പഠിച്ച് ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നാം ഉണ്ടാതിരുന്ന ദൈവ സമാധാനം നമ്മുടെ ജീവിതത്തിൽ വരില്ല. വിശ്വാസവും ദൈവത്തിന് വായിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സന്ദേശത്തിൽ കൂടെ നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത്. അതിന് ആത്മസന്തോഷം എന്ന് പറയും. ആത്മാവിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. ചിലരുടെ ഹൃദയങ്ങളെ ചിലരുടെ മനുഷ്യൻ്റെ മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് സമാധാനമില്ല, സന്തോഷമില്ല, ഒരു പ്രാകൃത രീതിയിൽ അല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? ദൈവവചനം വായിക്കത്തില്ല, അല്ലെങ്കിൽ പാടില്ല, ദൈവവചനം കേൾക്കത്തില്ല, ദൈവവചനം പറഞ്ഞ് ശ്രദ്ധിച്ച് മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് ദൈവം ഹൃദയത്തിൽ എന്നും ഇങ്ങനെ വേദനാപരമായ അനുഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നേരെ മറിച്ച് ദൈവവചനം കേൾക്കുകയും പാടി ആർത്തുകയും ഉൾക്കൊണ്ട് ഹൃദയത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഒന്ന് പാടി ആരാധിച്ചൊക്കെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകും. ദൈവത്തിൻ്റെ വചനം അങ്ങനെ അനുഭവിച്ചവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠമായ വചനം നാം മനസ്സിലാക്കണം. അതിൽ അനേക ആഴങ്ങളുണ്ട്, അനേക സത്യങ്ങളുണ്ട്. ദൈവവചനത്തെ മുത്തുകളെ പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നമ്മുടെ ജീവിതത്തിൽ മുത്തുകളും സ്വർണ്ണങ്ങളും മുത്തുകളെ കൊണ്ടുവയ്ക്കുന്ന വാരിയും പ്രൈസെല്ലാം അയത്ത് കളയുന്നില്ല. എന്തുകൊണ്ടാണ്? വില കൂടിയ മുത്തുകളായതുകൊണ്ടാണ്. അതിനൊരു പാത്രത്തിൽ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കത്തേയുള്ളൂ. ഇതുപോലെ ദൈവവചനം വെറുതെ വാരിക്കളയില്ല. വെറുതെ വാരിക്കളഞ്ഞാൽ ചവിട്ടി തിരിച്ച് കളയും.
ദൈവവചനം ചവിട്ടിത്തേക്കാനുള്ളതല്ല. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതാണ്. ദൈവവചനം സൂക്ഷിച്ച് ഭദ്രമായി വയ്ക്കുന്നതാണ് ഹൃദയത്തിൽ. ഹൃദയമായ സ്തോത്രം അലമാരയിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ഹൃദയത്തിൽ സംഘടിപ്പിച്ച് വയ്ക്കണം. വിലയേറിയ മുത്തുകളാണ് ദൈവത്തിൻ്റെ വചനം, ഓരോ വചനങ്ങളും. ചിലർ പ്രതീക്ഷയുള്ള വാരി കളയാണ്, വിലയറിയാത്തതുകൊണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികതകളെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. ദൈവിക കാഴ്ചപ്പാടൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്നേഹിതന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നതാണ്. സ്നേഹിതരെന്ന് പറയുമ്പോൾ എല്ലാവരും സ്നേഹിതരെന്ന് പറയാൻ കഴിയില്ല. നാം സ്നേഹിക്കുന്നവർ പരസ്പര സ്നേഹമുണ്ടെങ്കിലേ അത് സ്നേഹിതന്മാരാകും. കാര്യസാധിക്ക് വേണ്ടി സ്നേഹിക്കുന്നവരായിട്ടല്ല. ആ സ്നേഹിതനുമായിട്ട് സ്നേഹിക്കുമ്പോൾ ആത്മീയ സ്നേഹത്തെ ബന്ധത്തിലായിരിക്കുമ്പോഴാണ് നാം പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുന്നത്. ഇന്ന് ആരോടും സ്നേഹമില്ല, ബന്ധമില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ടും അർത്ഥമില്ല. കാരണം സ്നേഹിതന്മാർ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ മാത്രമല്ല. യോബ് പറയുന്നത് സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുപാട് സ്നേഹിതന്മാരുണ്ടെന്നാണ് യോബിൻ്റെ ജീവിതത്തിൽ പറയുന്നത്. നമുക്ക് ഒരുപാട് സ്നേഹിതന്മാർ വേണം. അത് നല്ല സ്നേഹിതന്മാരായിരിക്കണം. വഞ്ചിക്കുന്നതും നുണ പറയുന്നതും കൂട്ടിയടിപ്പിക്കുന്നവരും എതിരായി നിൽക്കുന്നവരും ചാരപ്രവൃത്തി ചെയ്യുന്നവരൊന്നും ഇസ്ലാമിനെ നമ്മുടെ സ്നേഹിതന്മാരായി കൂട്ടാൻ കൊള്ളത്തില്ല. പലരും സ്നേഹിച്ച് അവസാനം നമ്മുടെ കഴുത്തറക്കുന്ന അനുഭവങ്ങളിൽ എത്തിക്കുന്ന ചില സംഭാഷണങ്ങൾ ചില മനുഷ്യരിലുണ്ട്. സ്നേഹിച്ച് കൊല്ലുക എന്ന് പറയുന്നത് പോലെ സ്നേഹിച്ച് വഞ്ചിക്കുക, സ്നേഹിച്ച് പുച്ഛുക, സ്നേഹിച്ച് തള്ളുക, സ്നേഹിച്ച് അവഗണിക്കുക, സ്നേഹിച്ച് ഹല്ലേലൂയ നമ്മെ ഹൃദയത്തിൽ വേദന ഇടുക, സ്നേഹിച്ച് ഹൃദയത്തിനകത്ത് മുറിവേൽപ്പിക്കുക, സ്നേഹിച്ച് നമ്മെ കൊച്ചാകുക, സ്നേഹിച്ച് നമ്മെ തകർക്കുക എന്നുള്ള പദ്ധതിയിടുന്ന അനേക സ്നേഹിതരെ നമുക്ക് ലോകത്ത് കാണാൻ കഴിയും. അവിടെ അങ്ങനെ ചെന്ന് പെടാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കലും. നമ്മെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വേദനകളിൽ, നമ്മുടെ കഷ്ടതകളിലും, നമ്മുടെ പ്രയാസങ്ങളിലൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണ്. അതിന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതരെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എനിക്കൊരു വിഷമമുണ്ട്, എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വിഷമങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു വ്യക്തിയാണ് സ്നേഹിതരെന്ന് പറയുന്നത്. അല്ലാതെ കൂടെ ഇരുന്നുകൊണ്ട് ആവശ്യമില്ലാതെ പറഞ്ഞ് മനസ്സിനെ വേദനിപ്പിക്കുന്ന അവരല്ല സ്നേഹിതർ. അന്നേരം മനസ്സിലായിക്കോളും അവരാരും നമ്മുടെ സ്നേഹിതന്മാരല്ല. അതുകൊണ്ട് ഈ നല്ല സ്നേഹിതന്മാരെ കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് വളരെ പ്രയാസമാണ്. ആത്മീയ ലോകത്തിലായാലും ഭൗതിക ലോകത്തിലായാലും നമ്മെ സ്നേഹിക്കുന്നവർ കുറവാണ്. അതുകൊണ്ട് യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുപാട് സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാ ദൈവം യോബിൻ്റെ അവസ്ഥ ഭേദം നൽകി. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭേദം വരാത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്നേഹിതന്മാരില്ല. അതാ നല്ല സ്നേഹിതന്മാരില്ലാത്തതുകൊണ്ടാണ്. ചിലർ പ്രാർത്ഥിക്കും പറയുന്നതൊക്കെ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വന്ന് എന്ന് പറഞ്ഞ് ചിലർ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ സ്നേഹിതന്മാരൊന്നും അവർക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വിടുതലില്ലാത്തത്. അനേക സ്നേഹിതന്മാർ ഒപ്പിച്ചുകൊണ്ട് സ്നേഹിതന്മാർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു പോകാൻ തീർച്ചയായും യോബ് പറഞ്ഞിരിക്കുന്ന വചനം പോലെ സംഭവിക്കും. നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരും. വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ട് പോലും നമുക്ക് ഭേദം വരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹിതന്മാരില്ല. നാം ഒരുപക്ഷെ സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹിക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരാത്തത്. മറ്റൊരു തലത്തിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു കുറിച്ച് നമ്മെ വിടുവിക്കും. കർത്താവ് പറഞ്ഞു, പ്രൊഫസലാമെ 2-3 പേർ ഞങ്ങളുടെ മധ്യത്തിലൂടെ നിങ്ങൾ ഐക്യതപ്പെട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ മറുപടി തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്.
ഐക്യതയുടെ കാര്യവും വലിയ പ്രയാസമാണ്. ആർക്കും ഐക്യതയില്ല, ഒന്നിനൊന്നിനെ കണ്ടുകൂടാ. ഒന്നിനൊന്നിനെ കണ്ടുകൂടാത്ത ഒരു അനുഭവങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വല്ലാത്ത ഒരു അനുഭവങ്ങളിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ മേഖലകളിൽ എന്തെങ്കിലും പ്രാപിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമാണ്. സ്നേഹിതന്മാർ വേണം, അല്ലെങ്കിൽ പ്രവൃത്തി വേണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനേകർക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. മാത്രമല്ല, അങ്ങനെ പോകാതിരുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമില്ല. ദൈവത്തിൻ്റെ വചനം അനുഭവങ്ങളിലൂടെയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മോട് കരുണ തോന്നുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാ. അന്നേക്കുള്ള കാര്യങ്ങൾ നടക്കണം. ആരെങ്കിലുമൊക്കെ പിഴിയണം. നനഞ്ഞ ഇടം കുഴിക്കുന്ന അനേക വ്യക്തികൾ ലോകത്തുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുക എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വരുന്ന തൻ്റെ ജനത്തിനെ അനുഗ്രഹിപ്പാനും ഇടിയിപ്പാനും നമ്മുടെ കർത്താവിന് കഴിയും. യേശുവാണ് എല്ലാത്തിനും വിടുതൽ തരുവാൻ മതിയായ ദൈവം എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ നമുക്ക് പ്രേക്ഷകമേ എന്തെങ്കിലും പ്രയാസങ്ങളോ ഒക്കെ നേരിടുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനൊക്കെ ഉത്തരം തരും, വിടുതൽ തരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ജോലിയില്ലാതെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൊക്കെ അനുഭവിക്കുന്ന അനേക ജനങ്ങൾ ലോകത്തുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുട്ടുപ്പായി പ്രാർത്ഥിക്കുക. ദൈവം പ്രേക്ഷകമേ എല്ലാ അവസ്ഥകൾക്ക് വിടുതൽ നൽകി അനുഗ്രഹിപ്പാൻ ലോകത്തിൽ അല്ലെങ്കിൽ ഉലകത്തിൽ യേശു ക്രിസ്തു മാത്രമേ കഴിയൂ. നമ്മുടെ കർത്താവ് വിടിവിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ദൈവമാണ്. നമ്മെ പ്രാർത്ഥന കേട്ട് വിടുവിക്കുന്ന ദൈവം എന്ന് പറയുന്നത് കർത്താവാണ്. ലോകത്തിൽ നമ്മെ സ്നേഹിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തു. നാം ദൈവത്തെ സ്നേഹിക്കണം. നാം ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവ അനുഗ്രഹം നമുക്കുണ്ടാവും. മാനുഷികമായ ചിന്തകളും മാനസികമായ ഞെരുക്കങ്ങളും പിശാചിൻ്റെ പ്രലോഭനങ്ങളും പിശാചിൻ്റെ വാക്കുകളും കേട്ട് തളർന്ന് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടോ ബലപ്പെടുക. ദൈവത്തിന് മാത്രമേ നിന്നെ വിടിവിക്കാൻ കഴിയൂ. ദൈവത്തിൻ്റെ കരങ്ങൾക്ക് മാത്രമേ നിന്നെ സഹായിക്കാൻ കഴിയൂ. ആരും ആരോടും സഹായങ്ങൾ അഭ്യർത്ഥിക്കാതെ ദൈവത്തോട് നിന്റെ സഹായം പറഞ്ഞാൽ എൻ്റെ കർത്താവ് നിന്നെ വിടിവിപ്പാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനം പറയുന്ന, ഞാൻ എൻ്റെ കണ്ണുയരമുള്ള പർവ്വതത്തിലേക്ക് ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഈ ആകാശം ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെയാണ് നാം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിടുതൽ തരുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് ആലോചന ദൃഷ്ടി വെച്ച് നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നാം പതറാതെ, നാം മനമടുത്തിരിക്കാതെ, നാം പുറന്നോട്ട് നോക്കാതെ, നാം മടിച്ചിരിക്കാതെ ദൈവസ്ഥാനത്തിലേക്ക് മുട്ടുമടക്കി അരിമനാഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി നമ്മെ വിടിവിക്കുവാനിടയായിത്തീരും. ഈ നല്ല നാഥനെ പാടി സ്തുതിക്കുക. അവൻ്റെ കരം കുറുകിയിട്ടില്ല, അവൻ്റെ വാ മന്ദമായിട്ടില്ല. അന്നും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യഹോവയായ ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ നിനക്കായി അനുകൂലമായി കൈ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ്റെ കരം ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. യഹോവയുടെ കരം കുറുകിയിട്ടില്ല. ദൈവം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മഹാദൈവമുള്ള ദൈവം, നമ്മോട് കരുണ തോന്നുന്ന ദൈവം, നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായ ദൈവം, തൻ്റെ കരം അയച്ച് വിടുവിച്ച അനുകൂലമായ അവസ്ഥയിലേക്ക് നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട്
ഞാൻ ഈ സന്ദേശം ചുരുക്കുകയാണ്. അതായത് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. മനുഷ്യന് നമ്മുടെ ഹൃദയങ്ങൾ അറിയാൻ കഴിയില്ല. നമ്മുടെ നല്ല ഹൃദയത്തിൻ്റെ നല്ല അവസ്ഥയാണെങ്കിൽ ആ നല്ല അവസ്ഥയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വചനങ്ങളാലെ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമത്തോണ്ടാകട്ടെ. ആമേൻ. സ്തോത്രം.